ഇത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തിന് വോട്ട് ചെയ്യണം. കടന്നു വന്ന വഴിത്താരകൾ നൽകിയ ആവേശപരമായ സുവർണ്ണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി കൃഷ്ണകുമാർ ചെയ്ത കല്ലുമലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നൽകിയ ആവേശപരമായ സ്വീകരണങ്ങൾക്ക് നന്ദി പറയുവാൻ പ്രിയങ്കരനായ സാരഥി കൃഷ്ണകുമാർ ചെയ്ത എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ സന്തോഷം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ജനവിധി നേടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി കൃഷ്ണകുമാർജിക്ക് അഷ്ടതലങ്ങൾ വിടർത്തി പരിലസിക്കുന്ന പൊൻതാമരയടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വായാത്ത അംഗീകാര വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ചടയമംഗലം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ആരാധനായ സാരഥി കൃഷ്ണകുമാർജി കല്ലുമലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ചടയമംഗലം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും കർഷക തൊഴിലാളികളും നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ആരാധനായ സാരഥി കൃഷ്ണകുമാർജി ഇവിടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നൽകിയ ആവേശോജ്വലമായ സ്വീകരണം ഇത്രയും നേരം കാത്തിരുന്നതിന് അങ്ങേയറ്റ സന്തോഷം. കാരണം നമുക്ക് നമസ്കാരം. എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ. ഓരോരുത്തർ ഓരോ കുറച്ച് നമുക്കര കണ്ടുപോയി. നമസ്തേ. ഒരാൾക്കൂടി ഇവിടെ കൈ കൊടുക്കാനുണ്ടായിരുന്നു അല്ലേ? ഇതിനകത്ത് ഞാൻ എപ്പോഴും സ്ത്രീകളെ കാണുമ്പോൾ നിർത്തുന്നത്, നമ്മൾ വിചാരിച്ചാൽ ഇത് മാറ്റം വരുത്താൻ പറ്റും. അതെന്ന് വെച്ചാൽ ഞാൻ ചെറിയ തമാശയോടെ പറയും. ഇപ്പൊ എന്റെ ഭാര്യ ഞങ്ങൾ രാത്രി പറയാൻ തീരുമാനമെടുക്കും. ഞാൻ പറയും രാവിലെ കൊല്ലത്ത് പോകുന്നൊക്കെ പറയുമ്പോൾ ഭാര്യ പറയും എറണാകുളം പോകുന്നതല്ലേ നല്ലതെന്ന് രാത്രി പറഞ്ഞാൽ രാവിലെ കൊല്ലം മാറ്റി എറണാകുളം പോകും. ഭാര്യമാർക്ക് അങ്ങനെ ഒരു പവറുണ്ട്, സ്ത്രീകൾക്ക് ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളതിനെ ആലോചിക്കുക. നമ്മളെല്ലാവരും ജോലിയെടുക്കുന്നു, നമ്മളൊക്കെ ഓരോ പാർട്ടിയിൽ വിശ്വസിക്കുന്നു. ഇവിടെ തന്നെ ഒരു MP ഉണ്ട്, RSP ഉണ്ട്. പാർട്ടി വെച്ച് പറയുകയില്ല, RSPയോ കോൺഗ്രസോ കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം വ്യക്തിപരമായി ഉണ്ടാകും എന്ന് ഇവരുടെയൊക്കെ മക്കളും കുടുംബവും എത്ര വലുതായി. നമ്മുടെ മക്കൾക്ക് ജോലി വരുമ്പോൾ പിൻവാതിൽ നിയമനം. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ ആയസിൽ ഒരായസേ നമുക്കുള്ളൂ ജീവിക്കാൻ. നമ്മൾ മനസ്സിലാക്കി ഓടിക്കളയുന്നു പുറകോട്ടല്ലേ. നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു പരിക്ക് നല്ലതാണ്. ദൈവത്തെ ഓർക്കണം. കൃഷ്ണകുമാർജിക്ക് അഷ്ടതലങ്ങൾ വിടർത്തി പരിലസിക്കുന്ന അനിശ്ചിതമായ അംഗീകാര വോട്ടുകളായി രേഖപ്പെടുത്തി ചേർന്നിരിക്കുകയാണ്. ഇവർ നൽകിയ ആവേശമായ സ്വീകരണങ്ങൾ അമ്മമാരും സഹോദരിമാരും പ്രവർത്തകരും നല്ലതായ നാട്ടുകാർ നൽകിയ ആവേശമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവർ നൽകിയ ആവേശമായ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരാധ്യനായ സാരഥി കൃഷ്ണകുമാർജി നിങ്ങളോട് സംസാരിക്കുന്നു.
നമസ്തേ നമസ്തേ. സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. നടക്കാതെ വോട്ടുകൾ സഹായിക്കുക. നമസ്തേ നമസ്തേ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കോൺഗ്രസിലുള്ളവരുണ്ട്, RSPയിലുള്ളവരുണ്ട്. നമുക്ക് BJP ഒന്നടങ്ക വിധമാണ് വോട്ടിംഗ് ശതമാനം വളരെയധികം വർദ്ധിക്കും. BJP ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്യും. ഒപ്പം കഴിഞ്ഞ 25ഓളം വർഷമായി പ്രേമചന്ദ്രൻ ഒരു MP ഇവിടെ ഭരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും BJP-ക്കാർ പോട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ പോട്ടെ, കോൺഗ്രസ്സുകാർ പോട്ടെ, RSPക്കാർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടിയതായി ആരെങ്കിലും ഒരു പ്രവർത്തകർ? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹമൊക്കെ താമരയ്ക്കിടുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ. ഒപ്പം കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ ബലത്തിൽ മാത്രമാണ് RSP ജയിക്കുന്നത്. കോൺഗ്രസ് ഇനി കൊല്ലത്ത് യാതൊരു ഭാവിയുമില്ല. ഒരു പ്രവർത്തകർക്കുമില്ല, നേതാക്കൾക്കുമില്ല. ഇത് അവർക്കും നല്ല ബോധ്യമാണ്. നമ്മുടെ വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. തീർച്ചയായും കൊല്ലം NDAക്ക് അനുകൂലം. പിടുത്തത്തിലറിയാം. ഇറങ്ങിക്കോട്ടെ. നമസ്തേ. നടക്കാതെ വോട്ട് ചെയ്യുക. നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാം. നമ്മൾ പിന്നെ ഈ വെയിൽ ശീലിച്ച ആൾക്കാർ. ഞാൻ ചെറുതിലെ നല്ല പണിയെടുക്കുന്നത്, ഇപ്പോഴും പറമ്പിൽ പണിയെടുക്കും. നിങ്ങൾക്കൊരു ഗുണമുണ്ട്, നിങ്ങൾക്ക് പണിയെടുത്താൽ കൂലിയുണ്ട്, നമുക്ക് കൂലിയില്ല. എന്തായാലും നിങ്ങളുടെ കൂലി കൂട്ടി വാങ്ങിക്കാൻ നമുക്ക് അതാണ്. കാരണം എന്റെ വീട്ടിൽ 5 സ്ത്രീകളാണ്. സ്ത്രീകളുടെ പ്രയാസം നല്ലപോലെ അറിയാവുന്നൊരു വ്യക്തിയാണ്. എല്ലാ പ്രായക്കാരും. കാരണം അവരെയാണ് എന്നും അവഗണിക്കുന്നത്. പക്ഷേ സ്ത്രീകൾ മാറിയാലുണ്ടല്ലോ, സ്ത്രീകൾ മാറി ചിന്തിക്കുന്നിടത്ത് കളി മാറും. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, ബഹുമാനം, എല്ലാം കൊടുക്കുന്നിടത്ത് ലോകം മാറും. നിങ്ങൾ ഒരു സ്വപ്നം കണ്ടോളൂ, ജയിപ്പിച്ചു വിടുക. ബാക്കി ഞാൻ നോക്കാം. എന്റെ മക്കളെ വളർത്തണമല്ലോ. ആദരണീയനായ സാരഥി കൃഷ്ണകുമാർജിയെ ക്ഷണിക്കുന്നു. സാക്ഷി ടിവിയിലേക്ക് സ്വാഗതം. അതാണോ പുതുതായി വന്ന ഈ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? പുതിയ വോട്ടർമാരോട് അല്ല, എപ്പോഴും ഒരു രാജ്യം പുരോഗതി എന്ന് പറയുമ്പോഴത്തേക്ക് വരും തലമുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കണം. അതായത് ഇന്ന് ഞാൻ ഈ ഭൂമിയുടെ ഒരു അവകാശിയാണ്, കസ്റ്റോഡിയൻ ഓഫ് ദിസ് ഒരു കൺട്രി എന്ന് പറയും. അപ്പം ഞാൻ ആലോചിക്കേണ്ടത് എന്താണ്, ഈ വരും തലമുറയ്ക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം. എന്തെന്നാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ പണ്ടാരോ ചെയ്തതാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ വരും തലമുറയ്ക്ക് എന്ത് കൊടുക്കണം ഞാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കുട്ടികൾ അന്യ സംസ്ഥാനത്ത് പോകുന്നു, അന്യ രാജ്യത്ത് പോകുന്നു? കാരണം അവർ സ്വപ്നം കാണുന്ന ഒരു വികസന പദ്ധതികളും ഇവിടെ നിൽക്കുന്നില്ല. അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം വേണം, നല്ല ജോലി വേണം. ഇതൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ വരും തലമുറയ്ക്ക്, അതായത് ആദ്യ വോട്ടേഴ്സ് എന്ന് പറയുന്നത്, അവർ വളരെ സ്വപ്നമുള്ളവരാണ്. അവരുടെ അടുത്ത മുൻകാലങ്ങൾ എന്തൊക്കെ നേടണം, അതാണ് നരേന്ദ്രമോദി പ്ലാൻ ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാനായിട്ടാണ് ഞാനിവിടെ സ്ഥാനാർത്ഥി നിൽക്കുന്നത്. അതുകൊണ്ട് പുതിയ വോട്ടേഴ്സിന് ഒരേ അഭ്യർത്ഥന, കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യൂ, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ, BJP അധികാരത്തിൽ കൊണ്ടുവരൂ. നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വേണ്ട, ഞാനൊരെണ്ണം കൂട്ടിയിട്ടേക്കാം. തീർന്നില്ല, കുറെ നേരമായിട്ട് പിടിച്ചോണ്ട് നിൽക്കുകയല്ലേ. ഞാൻ പതുക്കെ ഇറങ്ങിക്കോട്ടെ, കാരണം പറ്റുകയും മറക്കാറുണ്ട്. എല്ലാ പ്രവർത്തകരും ഇവിടെ ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. കഴിഞ്ഞു സമയമുണ്ട്. അതുവരെ മരിച്ചിട്ട് മൂടി വെക്കുക. ഓക്കെ, നമസ്തേ. എല്ലാം ശരിയായിക്കോളും. അതൊന്നും കാര്യമില്ല. ഇത്രയും തന്നെ ധാരാളമല്ലേ. അങ്ങനൊന്നും വിചാരിക്കരുത്. ഇത് വരും. നമുക്ക് 4 പേര് നോക്കാൻ 4 ലക്ഷം പേര് കെട്ടിപ്പിടിച്ചോട്ടെ. കാരണം എന്താ പറയുക, കുറേ ജീവാത്മ നമ്മുടെ ദേഹത്തോട് ഊർജ്ജം കയറട്ടെ.